Jesus Voice TV was meeting at Chennai on March 23rd, Saturday, time 9:30 a.m. to 3 p.m. Reverend Annie George ministering. Venue, Christ Church near David Theatre, Mount Road, Chennai. Come, let's worship together and be blessed. Contact 944-735-9132 99-611-59659. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിക്കുന്ന യേശുവിൻ്റെ വചനം, മരണത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുകയാണ്. ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിന് വേണ്ടിയാണ് ആദ്യത്തെ പ്രയർ. നമുക്ക് ഒന്നിച്ച് കണ്ണടച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബവും ദൈവം തന്നെ അനുഗ്രഹത്താൽ നിറക്കട്ടെ. നീതിമാന്റെ ഭവനത്തിൽ ധാരാളം നിക്ഷേപങ്ങൾ ഉണ്ടാകുമെന്നാണ് വചനം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ അടുത്തു വരികയാണ്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹീതമായ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ കൈ നീട്ടി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവർ തന്ന പ്രാർത്ഥന വിഷയത്തിൽ യേശുവിൻ്റെ കരം ചലിക്കണം. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത വലിയൊരു ദൈവപ്രവൃത്തി നിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു നിൻ്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ജീവിക്കുന്ന വചനം കേൾക്കാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കാം. വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഗോഡ് ബ്ലെസ് യു. ഇത് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 11 വായിച്ചു കേൾക്കാം. ഹല്ലേലൂയ. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുകയും കരയുന്നവരുടെ കൂടെ കരയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കരയുമ്പം സന്തോഷിക്കുന്നൊരു ദൈവമല്ല യേശു. കാരണം യേശുവിനെ സ്വീകരിച്ച ഒരു ദൈവപൈതൻ്റെ ബന്ധം അപ്പനും മോനും തമ്മിലുള്ള ബന്ധമാണ്. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ ഇഷ്ടം, സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നതാണോ ഇഷ്ടം? തുറന്നു പറ. അങ്ങനെ ആ ഏതെങ്കിലും അപ്പൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ ആ അപ്പനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദുഷ്ടൻ എന്ന് വേണേൽ പറയാം. ഹല്ലേലൂയ. അല്ല, എല്ലാവർക്കും അവരുടെ മക്കൾ എന്ത് ചെയ്യണമെന്നാ? സന്തോഷിക്കണം. കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ എന്ത് ചെയ്യണമെന്നാ. പിന്നെ നമ്മുടെ ഒരു പ്രശ്നമുണ്ട്, നമ്മളങ്ങനെ സന്തോഷിക്കാത്തതിന് ഒരു കാര്യമുണ്ട്. ഒത്തിരി സന്തോഷിക്കണ്ട, സന്തോഷിച്ചാൽ പിന്നെ ദുഃഖിക്കുമെന്ന് ഒരു വെപ്പുണ്ട്. ഹല്ലേലൂയ. ആദിമ പിതാവായ ആദമും ഹവ്വയും കുറച്ചു നേരം സന്തോഷിച്ചു, പിന്നെ പെട്ടെന്ന് അവർ ദുഃഖിച്ചു. അങ്ങനെ ഒരു ചരിത്ര ഉൽപ്പത്തിയിലുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, ഒത്തിരി സന്തോഷിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. മനുഷ്യൻ സന്തോഷങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാറുണ്ട് സന്തോഷത്തിന്. സ്തോത്രം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരം സന്തോഷിക്കാൻ വീഞ്ഞുകൊണ്ട് തൃപ്തിപ്പെടുത്താൻ നോക്കി. സ്തോത്രം. ധാരാളം കൊട്ടാരങ്ങൾ പണിഞ്ഞു സന്തോഷിക്കാനായിട്ട്. ഹല്ലേലൂയ. നാളെ ഒരു സഹോദരനെ ഞാൻ വിളിച്ചപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചവൻ പറഞ്ഞു, വള്ളത്തെ പോയി പുഴയിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. സന്തോഷിക്കാൻ പോയേക്കുക. വീടൊക്കെ വിട്ടേച്ച് വളരെ ദൂരെ പോയി കായലിനകത്തൂടെ ബോട്ടിൽ പോയി ചൂണ്ടയിട്ട് മീനെ പിടിച്ച് ബോട്ടിൽ ഇരുന്ന് അതിനെ ചുട്ട് തിന്നുക. സ്തോത്രം. സന്തോഷിക്കാൻ. പക്ഷെ വൈകിട്ട് 4 മണിക്ക് ബോട്ടിൽ തിരിച്ചിറങ്ങുമ്പോൾ ആ സന്തോഷം തീർന്നു. ഹല്ലേലൂയ. ഹൗസ് ബോട്ടുകളൊക്കെ എന്തിനാ? സന്തോഷിക്കാനാ. എൻ്റെ മോനെ ഇന്ന് ഉച്ചയ്ക്ക് കരിമീൻ കുറ്റി കായലില്ല കഴിച്ച്. പക്ഷേ 6:15 ആ സന്തോഷം തീരും. ഹല്ലേലൂയ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയാ, എല്ലാം മായ. ഹല്ലേലൂയ. അപ്പം ഞാനിവിടെ പ്രസംഗിക്കുന്നത് ഈ ലോകത്തിലെ സന്തോഷമല്ല.
ഹല്ലേലൂയ. ദൈവത്തിൽ കൂടെ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട സന്തോഷം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വീട് കിട്ടിയതിലുള്ള സന്തോഷമല്ല, കാറ് കിട്ടിയതിലുള്ള സന്തോഷമല്ല, നിങ്ങൾക്ക് നല്ല കുടുംബം കിട്ടിയതിലുള്ള സന്തോഷമല്ല. അതൊക്കെ ചിലപ്പോൾ നാളെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, അയ്യോ ഇവളെ കെട്ടാനിടയായല്ലോ. നമ്മളിൽ ഉണ്ടാകേണ്ട സന്തോഷം ദൈവികമായ സന്തോഷം. ബൈബിളിലെ വെളിപ്പാടിലേക്ക് വരാം. ഒത്തിരി പേരുടെ സന്തോഷം കെടുത്താൻ ഒത്തിരി പേര് കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഒരു തരത്തിലും സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്ത എതിരാളികളുള്ള സമൂഹത്തിലാണ് നിന്റെ പാർപ്പ്. പക്ഷേ ആർക്കും കെടുത്താൻ കഴിയാത്ത ആ ദൈവിക സന്തോഷം. ഹല്ലേലൂയ. എവിടൊക്കെയോ പരിശുദ്ധാത്മാ പറയുക, പിശാച് തല്ലിക്കെടുത്തിയ ചില മേഖലകളെ എൻ്റെ ദൈവത്തിൽ നിന്ന് നാളി കത്തിക്കാനുണ്ട്. നിന്റെ കൂടാരത്തെ ആ ദൈവിക സന്തോഷത്തിലേക്ക് ദൈവത്തിനൊന്ന് നടത്താൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, നിന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരുവന്റെ ലൈഫിൽ ദൈവിക സന്തോഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ നമ്മൾ ആ വായിച്ച വാക്യം ഒരിക്കൽ കൂടെ നിങ്ങൾ വായിച്ചു കേട്ടോണേ. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും. അപ്പം നിങ്ങളിൽ ഇരിക്കേണ്ട സന്തോഷം ആരുടെ സന്തോഷമാ? യേശുവിലെ സന്തോഷമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ യേശുവിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ കേട്ടെ. ഞാൻ നിങ്ങളോട് ചുമ്മാ ചോദിക്കാം, പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയ ലേഖനം കാരാഗ്രഹ ലേഖന അല്ലേ? അല്ലേ ഇങ്ങോട്ട് സഹകര അല്ലേ? അല്ലേ പ്രിയരെ? അതിനകത്തെ കാതലായ വാക്യം എന്തുവാ? കർത്താവിൽ എപ്പോഴും. എവിടെ കിടന്ന് എഴുതുന്നു? ആരോട് എഴുതുന്നു? ഫിലിപ്പിയിലെ സഭയ്ക്ക്. എന്നെ എഴുതുന്നു? എവിടെ കിടന്ന് എഴുതുന്നു? സ്റ്റാർ ഹോട്ടലിലെ AC റൂമിൽ ഇരുന്നല്ല. മനസ്സിലായോ? ശിക്ഷ വിധിക്കപ്പെട്ടവൻ ഇരുമ്പടിക്കകത്ത് കിടന്ന് പറയുക, എന്റെ സന്തോഷത്തെ കെടുത്താൻ ഒരു കാരാഗ്രഹത്തിനും കഴിയത്തില്ല. കാരണം എന്നിലിരിക്കുന്ന സന്തോഷം മാനുഷികമല്ല, ദൈവികമാണ്. നിനക്കെതിരെ ഒരു കേസ് വന്നെന്ന് കരുതി നീ വാടരുത്. ഒരാമീൻ പറഞ്ഞാട്ടെ. നിനക്ക് എതിരാളി എഴുന്നേറ്റെന്ന് കരുതി നീ തളരരുത്. നീ മനസ്സിൽ പറയണം, എന്റെ സന്തോഷത്തെ കെടുത്തുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് കർത്താവ് തരുന്ന ബോധ്യം പറയാം. ജീസസ് ചില കുടുംബത്തെ ദൈവം വലിയ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ശത്രുവിന്റെ പ്രവൃത്തികളാൽ നിന്റെ കുടുംബത്തിൽ നിന്ന് അപഹരിക്കപ്പെട്ട ആ സന്തോഷം, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മേഖലയെ എന്റെ ദൈവം ഒന്ന് തിരിച്ചിടാൻ പോവുക. ഒരു പാട്ടുണ്ടായിരുന്നു, ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ. ബാക്കി പറയാോ? ആത്മമാരി എന്നിലേക്ക്. ആമീൻ പറഞ്ഞാട്ടെ. 1 രൂപ പോക്കറ്റിലില്ലേലും എന്നാ സന്തോഷ. ഹല്ലേലൂയ. വെല്ലുവിളികൾ ഉണ്ടെങ്കിലും എന്നാ സന്തോഷ. ഒരാമീൻ വരുന്നില്ല. നിങ്ങൾക്കറിയാമോ, വ്യക്തിഗത സന്തോഷം കെടുത്താൻ കച്ചകെട്ടി ഇറങ്ങിയ മിടുക്കന്മാരുടെ ചരിത്രം ബൈബിളിലുണ്ട്. ജീസസ് ആയുധമെടുത്തവനെ ആയുധത്താൽ കീഴ്പ്പെടുത്തി, പ്രാർത്ഥിച്ചവനെ സന്തോഷത്തിന്റെ അത്യുച്ചകോടിയിൽ കയറ്റിയ ചരിത്രവും ബൈബിളിലുണ്ട്. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. എനിക്കെന്തോ ദൈവം തരുന്നൊരു ബോധ്യം നിന്നോട് പറയാം. ജീസസ് ഇന്ന് ഈ മെസ്സേജ് നടക്കുമ്പോൾ തന്നെ നിന്റെ സന്തോഷത്തെ കെടുത്തുന്ന ചില മേഖലകളിൽ ദൈവപ്രവൃത്തി ആരംഭിക്കാൻ പോകുകയാ. എങ്ങനെ കഴിഞ്ഞ കുടുംബമാണ് നിന്റെ, എങ്ങനെ ഉയർന്ന കുടുംബമാണ് നിന്നെ, അതിനെ ഇല്ലായ്മപ്പെടുത്തി കളയുവാൻ മനുഷ്യൻ അഴിച്ചുവിട്ട പ്രവൃത്തികളെ എന്റെ ദൈവം ഇന്നൊന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. എനിക്കെന്തോ പരിശുദ്ധാത്മാ പറയുക, നിന്റെ സന്തോഷത്തെ കെടുത്താനാ ചിലരുടെ പ്ലാൻ. അതിന്റെ കരുക്കൾ അവർ നീക്കുന്നുണ്ട്. അവിടെ നീ കെയർഫുൾ ആവുക. കാര്യങ്ങളൊക്കെ ദൈവം തിരിച്ചോളും.
കാരണം രാജാക്കന്മാരുടെ ഉള്ളം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കയാ. നിന്റെ സമ്പത്തിൽ സന്തോഷിക്കരുത്. ഒരു കാറ്റടിച്ചാൽ അത് തീരും. നിന്റെ കുഞ്ഞിന്റെ ജോലിയിൽ സന്തോഷിക്കരുത്. ആ സന്തോഷം പെട്ടെന്ന് ചിലപ്പോൾ നിലച്ചേക്കാം. പക്ഷേ ഒരിക്കലും വിട്ടുമാറാത്ത ദൈവ സന്തോഷം നിന്നിൽ നിന്നാൽ സന്തോഷത്തെ കെടുത്തുന്ന ഒന്നും നിന്റെ ജീവിതത്തിൽ വരത്തില്ല. ഹല്ലേലൂയ. പ്രിയരേ, നമുക്ക് വേണ്ടത് നന്ദിയുള്ളൊരു ഹൃദയമാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും തോറും നമ്മൾ കർത്താവിനോട് വളരെ അടുത്തോണം. ചിലർക്ക് കാര്യം സാധിച്ചു കഴിയുമ്പം പിന്നെ കർത്താവുമായിട്ട് ഒരു ബന്ധവുമില്ല. ചിലർ രോഗസൗഖ്യത്തിന് വരും, ചിലർക്ക് യേശു ഒരു ഡോക്ടറാ. ചിലർക്ക് കടഭാരമായിട്ട് വരും, കടം മാറി കഴിയുമ്പോൾ ചിലർക്ക് ദൈവം ഒരു ഫൈനാൻസറാ. ചിലർക്ക് ദൈവം എന്തുവാ, വഴി തുറക്കുന്നയാളാ. അവർക്ക് അത്ര യേശുവിനെ അറിയത്തുള്ളൂ. അല്ല കുഞ്ഞെ, ഇതൊരു നിത്യമായ സന്തോഷമാണ്. ഹല്ലേലൂയ. ആ ഒരു വെളിപ്പാടിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പം കർത്താവിന് സ്തോത്രം. എന്റെ സന്തോഷം, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്താ വചനം? എന്തിനാ? എന്റെ സന്തോഷം നിങ്ങളിലിരിക്കണം. അത് ഇരിക്കുമ്പം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവും. ഒരാമീൻ പറഞ്ഞാട്ട്. അപ്പൊ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് നിന്നെ നടത്തണമെങ്കിൽ ദൈവിക സന്തോഷം നിന്നിരിക്കണം. ഹല്ലേലൂയ. അതിന് എന്നാ ചെയ്യണമെന്ന് 4-ാമത്തെ വാക്യം മുതൽ ഒന്ന് മെല്ലെ വായിക്കുന്നത് നല്ലതായിരിക്കും. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ നിന്റെ സ്വയത്വമെല്ലാം ഒന്ന് മാറ്റണം. ഒരാമീൻ വരുന്നില്ല. എൻ്റെ കഴിവ്, എൻ്റെ മിടുക്ക്, ഞാൻ ആരാന്നറിയാമോ, ഞാൻ ആരുടെ മോനാന്നറിയാമോ, ആ സ്വയത്വമൊക്കെ ഒന്ന് ത്യജിക്കണം. എന്നിട്ട് പറയണം, ഇതൊന്നും എൻ്റെ കഴിവല്ല, ഞാൻ ഒരുവനിൽ വസിച്ചുകൊണ്ടിരിക്കുക, ഇതെല്ലാം അവന്റെ ശക്തിയാണ്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഓ, എത്ര നല്ല വാക്യ. കർത്താവ് പറയും, നിങ്ങൾ എൻ്റെ അടുക്കലോട്ട് വന്ന് എന്നിലൊന്ന് വസിക്ക. ഒന്ന് കൈ കൊടുത്ത് പറ, യേശുവിൽ വസിക്കാൻ പറ. ഹല്ലേലൂയ. യേശു നിന്നിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലായോ? ഹല്ലേലൂയ. നിന്റെ പ്രശ്നമൊക്കെ കുഞ്ഞു പ്രശ്നമാക്കളെ. എന്തുവാ കുഞ്ഞു പ്രശ്ന. എൻ്റെ ദൈവത്തെക്കുറിച്ച് പഠിച്ചാലേ ദൈവത്തിൽ വസിക്കുന്ന അനുഭവം എന്തോ വലിയ അനുഭവം. ഹല്ലേലൂയ. എനിക്ക് പണം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ല ഞാൻ പറയുന്നേ, അതൊരു സന്തോഷം തന്നെയാ. പക്ഷേ അതൊക്കെ ചിലപ്പം പെട്ടെന്ന് തീർന്നു പോയേക്കാം. പക്ഷെ ഇവിടെ പകരുന്ന സന്തോഷം ദൈവിക സന്തോഷമാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് സാമ്പത്തിക സന്തോഷത്തിലേക്കല്ല, ദൈവിക സന്തോഷത്തിലേക്കാണ്. ആ സന്തോഷത്തിൽ നീ വന്നാൽ സമ്പത്തുണ്ടേലും ഇല്ലേലും നിന്റെ അകം സന്തോഷിച്ചോണ്ടിരിക്കും. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നു നീ സന്തോഷിച്ചുകൊണ്ടിരിക്കണമെന്ന്. ദൈവം ആഗ്രഹിക്കുന്നു നിന്നിൽ ആ സന്തോഷം നിറച്ചു തരണമെന്ന്. അപ്പൊ ഒന്നാമത്തെ അനുഭവം, കർത്താവിൽ വസിക്കുക. കർത്താവ് നിന്നിൽ വസിക്കുക. നിനക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഇവനിൽ വാസം ചെയ്താൽ നിന്റെ ദേശം കാണുന്ന മറുപടി നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടു നിൽക്കും. ഹല്ലേലൂയ. അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേട്ടെ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇത് നിങ്ങളുടെ കഴിവല്ല, എന്നിൽ വാസം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരാമീൻ പറഞ്ഞാട്ടെ. ഒരു രോഗസൗഖ്യം നടക്കുന്നത് ഒരു ശുശ്രൂഷകന്റെ കയ്യിൽ ഒരു പ്രത്യേക അഗ്നിയൊന്നും വന്നതല്ല, മറിച്ച് അവൻ ദൈവത്തിൽ വാസം ചെയ്യുന്നത് കൊണ്ട്, അവൻ ദൈവത്തിൽ ആഴ്ന്നിറങ്ങി ജീവിക്കുന്നത് കൊണ്ട് അവന്റെ കരത്താൽ രോഗസൗഖ്യങ്ങൾ നടക്കും. ഭൂതങ്ങൾ അവനെ കാണുമ്പോൾ അലറിയോടും. ഇതെല്ലാം ഒരു ദൈവിക ബന്ധമാണ്.
ഞാൻ നിങ്ങളോടൊരു കാര്യം തുറന്നു പറയാം. എപ്പോഴും നമ്മുടെ സന്തോഷത്തെ കെടുത്താൻ ആ പിശാചിൻ്റെ പ്ലാൻ. ഒരാമയും പറഞ്ഞണം. ഈ എസ്തേറിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്തെ ഈ പ്രാർത്ഥിക്കുന്ന ഒരു മൊർദെഖായിയെ കാണാം. ഹല്ലേലൂയ. അവനെതിരെ എഴുന്നേറ്റേക്കുന്ന ഒരു ഹാമാനെ കാണാം. സത്യത്തിൽ ഇവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. ഹല്ലേലൂയ. എല്ലാവരും വണങ്ങുമ്പം മൊർദെഖായി വണങ്ങത്തില്ല. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നമുക്ക് അവിടെ ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. ഹാമാന് മൊർദെഖായിയോട് കോപം തോന്നിയെന്ന ബൈബിളിൽ വായിക്കുന്നത്. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. ആ മൊർദെഖായിയുടെ കുലത്തെ ഉന്മൂലനം ചെയ്യാൻ ഹാമാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയുടെ സന്തോഷത്തെ കെടുത്തുവാൻ ഒരു വ്യക്തി തീരുമാനിച്ചു. അവൻ്റെ കൂടെ ഒരു കൂട്ടം കച്ചകെട്ടിറങ്ങി. പക്ഷേ അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് വായിക്കുമ്പോൾ മൊർദെഖായി നീലവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ച് എഴുന്നള്ളിയപ്പോൾ ശൂശൻ പട്ടണം ആർത്തു സന്തോഷിച്ചു. ഒരാമീൻ പറഞ്ഞാട്ട്. നിന്റെ സന്തോഷത്തെ കെടുത്തുവാൻ എതിരാളികൾ ഒരു വശത്തുണ്ടെങ്കിലും കാര്യങ്ങളെ തിരിക്കുന്നവൻ ദൈവമാണ്. എന്നോട് പരിശുദ്ധാത്മാ പറയുക, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ കാര്യങ്ങളെ ദൈവം തിരിച്ചോണ്ട് വരട്ടെ. നിന്റെ സന്തോഷം കെടുത്തുവാൻ വ്യക്തികൾ ഉണ്ടാക്കിയ ഗൂഢാലോചന. അവർ രാജാവിനെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് 12-ാം മാസം 13-ാം തീയതി സകല യഹൂദനെ കൊന്നു മുടിച്ച് അവന്റെ വീട്, സ്ഥലങ്ങൾ ദൈവത്തിന് സ്തോത്രം കണ്ടുകെട്ടാൻ രാജകൽപ്പനയായി. ഹല്ലേലൂയ. ഈ സമയത്ത് ചെയ്ത കേൾക്കണോ? പ്രാർത്ഥിക്കുന്ന മൊർദെഖായി മുട്ടുകുത്തി. മൊർദെഖായിയുടെ എഴുത്തുകിട്ട് എസ്തർ കൊട്ടാരത്തിൽ മുട്ടുകുത്തി. 2 സ്ഥലത്ത് മുട്ടുകുത്തൽ നടന്നപ്പം തല പൊക്കിയവനെ ദൈവം മുട്ടുകുത്തിച്ചു. എവിടൊക്കെയോ ദൈവത്തിന്റെ ദൂത് പറയുക, നീ മുട്ടുകുത്തിയാൽ നിനക്കെതിരെ പ്രവർത്തിക്കുന്ന, നിന്റെ സന്തോഷം കെടുത്തുവാൻ, നിന്നിൽ ആനന്ദത്തെ എടുത്തു കളയുവാൻ പിശാച് ഉപയോഗിക്കുന്ന വ്യക്തികളെ കണ്ടോ. ഒന്ന് ഹൃദയം നുറഞ്ഞി പ്രാർത്ഥിച്ചോ. നിന്റെ സന്തോഷം കെട്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. അടുത്ത ചില ദിവസത്തിനുള്ളിൽ സന്തോഷിക്കാനുള്ള വക നിന്റെ കൂടാരത്തിനകത്ത് യേശു കൊണ്ടുതരട്ടെ. പല വിഷയത്തിലും നീ ആനന്ദിക്കുന്ന വർഷമായിരിക്കും. പല മറുപടിയും കണ്ട് സന്തോഷിക്കുന്ന. അവിടെ നടന്ന കാര്യം 2 വാക്കിൽ ഓർപ്പിച്ച. അവിടെ അല്ല എൻ്റെ പ്രസംഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഭാഗത്തേക്കാ. നിങ്ങൾക്കറിയാലോ, ഈ ഹാമാൻ എല്ലാ കാര്യവും ചെന്ന് ഭാര്യയോട് പറയും. ഹാമാൻ്റെ ഭാര്യയുടെ പേര് പറയാ, സേരസ്. പുള്ളിക്കാരത്തി തലയണ മന്ത്രം കൊടുത്തു. അച്ഛനാണാന്നേ, അവനെ തൂക്കണം, എന്നാലേ ഞാൻ നിങ്ങളെ അംഗീകരിക്കൂ. 100 കെട്ടിക്കൊടുത്തു. അങ്ങേര് കഴുകുമരവും പണിത് ഒതുക്കാനുള്ള പണി നടത്തി. ഇവിടെ പണി തുടങ്ങിയപ്പം ദൈവം മേളി തുടങ്ങി പണി. 2 പണി എപ്പോഴും ഈ ഭൂമിയിലുണ്ട്. ഒന്ന് പൈശാചിക പണി, മറുവശത്ത് ആത്മാവിൻ്റെ പണി. ഹല്ലേലൂയ. കാണാത്ത തലത്തിൽ ഞാൻ പ്രസംഗിച്ചാൽ ഇങ്ങനെ പ്രസംഗിക്കും. തോംസണിൽ നിന്ന് 5000 ലഡു ഓർഡർ ചെയ്തേക്കുക, ഗ്രാമത്തിലുള്ളവർക്കെല്ലാം കൊടുക്കാൻ. കാരണം പ്രാർത്ഥിക്കുന്ന മൊർദെഖായി എന്ത് ചെയ്യാൻ പോവാ? കാണത്തക്കണം കഴുകുമരം തലപൊക്കി നിൽക്കുക. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് കാര്യങ്ങൾ തിരിഞ്ഞു. ഞാനൊരു ആത്മീക വെളിപ്പാട് പറയാം. കാര്യങ്ങൾക്ക് തിരിച്ചിലുണ്ടാകാൻ ഒറ്റ രാത്രി മതി. നീ ഒരു കാര്യം ദൈവത്തിൽ വിശ്വസിക്ക, നിന്റെ കാര്യങ്ങളെ തിരിക്കുവാൻ
ദൈവത്തിന് ഒരു രാത്രി മതി. രാജാവ് ഉറങ്ങാൻ കിടന്നപ്പോഴേ രാജാവിന് ഉറക്കം വരുന്നില്ല. ഉറങ്ങാൻ കിടന്നപ്പോൾ രാജാവ് ഉറങ്ങാതിരുന്ന കട്ടില് മാറും, തോഴി മാറും, വീഞ്ഞ് മാറും. പുള്ളിക്ക് കട്ടില് മാറണ്ട, മെത്ത മാറണ്ട, തോഴിയെ മാറണ്ട, വീഞ്ഞ് മാറണ്ട. ഇപ്പം ദിനവൃത്താന്ത പുസ്തകം വായിക്കണം. മിണ്ടുന്നില്ല. എടാ, നിന്റെ കാര്യം തിരിയാൻ ഒരു കുഞ്ഞു തോന്നല് മനസ്സിലിട്ടാ മതി. കാര്യങ്ങൾ തിരിയാൻ ഒരു ചെറിയ തോന്നല്, അവിടെയാണ് ദൈവത്തിൻ്റെ നിയോഗവും നടത്തിപ്പും കാണുന്നത്. അപ്പോൾ ഉറങ്ങിക്കിടങ്ങുന്ന ഉത്തരവോട് പറഞ്ഞിടാ പോയി ദിനം പ്രതി നടക്കുന്ന കാര്യങ്ങൾ എഴുതുന്ന പുസ്തകം. അതിലെ പഞ്ചായത്ത് ഓഫീസ് പോലെ കിടക്കുക. ഇങ്ങനെ ഒന്നുകൂടി ഒരുത്തം കൂട്ടുക വിട്ടുകൊണ്ട് പോയി കണ്ണി കണ്ടൊരു പുസ്തകം എടുത്ത് പിടിച്ചോണ്ട് ഉറക്കപ്പിച്ചല്ലയോ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് അവിടെ കൊണ്ട് വെച്ച് വായിച്ചോളാൻ പറഞ്ഞു. അവൻ ചുമ്മാ ഇങ്ങനെ മറിച്ച് വായിച്ചു. ഈ ചിലർ കറക്കി കുത്തി ബൈബിൾ വായിക്കുന്നവരുണ്ട്. മിണ്ടുന്നില്ല. കണ്ണട ചേച്ചി ഇങ്ങോട്ട് തുറന്ന് അന്നേരം കണ്ട എടോ ദർശക അന്നിനെ എടുത്തെറിയുമെന്ന്. അപ്പം അടുത്തത് ബൈബിളൊന്നും കറക്കി കുത്തിയൊന്നും വായിക്കണ്ട. വായിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജാവ് ചോദിച്ചു, രാജ്യത്തെ രക്ഷിച്ച മൊർദെഖായിക്ക് എന്നാ കൊടുത്തു? ഒന്നും കൊടുത്തായിട്ട് ഇവിടെ എഴുതിയിട്ടില്ല. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ പുള്ളി കൂർക്കം ഭരിച്ചു. ഇത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ പണി. രാവിലെ ലഡുവെല്ലാം ട്രെയ്ക്കകത്ത് എടുത്ത് വെച്ച മൂളിപ്പാട്ടും പടി കൊട്ടാരത്തിൽ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, ആരാ അവിടെ? ഞാനാണേ, ഹാമാനാണേ. എന്നാ രാജാവേ? രാജാവ് ബഹുമാനിക്കാതിരിക്കുന്ന പുരുഷനെ എന്നോ ചെയ്യണം? നിന്റെ ശത്രുവിനെ കൊണ്ട് തന്നെ നിനക്ക് ചെയ്യേണ്ടത് പറയിക്കും. അവൻ പറഞ്ഞു, രാജാവിന്റെ കുതിര, രാജാവിന്റെ കിരീടം, രാജാവിന്റെ ചെങ്കോൽ. ബഹുമാന്യനായ പുരുഷൻ നിന്നോണ്ട് വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിക്കാതിരിക്കുന്ന പുരുഷൻ ഇങ്ങനെയാകട്ടെ. രാജാവ് ചിരിച്ചോണ്ട് പറഞ്ഞു, രാവിലെ നിനക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എന്നാ ഡ്യൂട്ടി? പഠിപ്പിലേക്കൽ ഇരിക്കുന്ന മൊർദെഖായിയെ വസ്ത്രം മാറ്റിച്ച് എൻ്റെ കിരീടം വെച്ച് എൻ്റെ ചെങ്കോല് കൊടുത്ത് എൻ്റെ കുതിരപ്പുറത്ത് കയറ്റി പ്രജകളുടെ മുമ്പിൽ നീ വിളിച്ചു പറയണം, ഇതാ രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ. കണ്ടോ കാര്യങ്ങൾ തിരിയുന്ന കണ്ടോ? എനിക്കിവിടെ പറയാനുള്ള ഒരു ആത്മീക വെളിപ്പാട്, നീ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ പെട്ടെന്ന് തിരിയും. എവിടൊക്കെയോ കാര്യങ്ങൾക്ക് തിരിച്ചുണ്ടാകുകയാ. നിന്റെ നിന്ന മാറുന്ന വർഷമാകട്ടെ, നീ സന്തോഷം അനുഭവിക്കുന്ന വർഷമാകട്ടെ, നിന്നിലെ സന്തോഷം ദൈവികമാകട്ടെ. ഏത് കണ്ണിന്റെ കാഴ്ചയാ പോയെ? വലതുവശത്ത്. ഒട്ടും കാണത്തില്ല. മൂടല് പോലെ കാണത്തുള്ളൂ. ഒരു കൊല്ലം അടഞ്ഞു കിടന്നു കണ്ണ്. അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് തുറന്നു. ഇപ്പൊ ഒരു മങ്ങല് പോലെ വ്യക്തമാണ്. ഇന്ന് ആ മങ്ങല് മാറി നിന്റെ കണ്ണ് കാണും. കാണാം, എനിക്ക് കാണാം, കാണാം, എന്നെ കാണാം, കാണാം. ഒരു മൂടലുണ്ട്, പക്ഷെ എന്നെ കാണാം. എത്ര വർഷം കൊണ്ട് കാണത്തില്ലായിരുന്നു? ഒരു മങ്ങല് പോലെ ആയി തുടങ്ങിയിട്ട് കുറച്ചായിരുന്നു. ഇപ്പൊ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ വ്യക്തമായി കാണാം. നഷ്ടപ്പെട്ട കാഴ്ച ഇന്ന് തിരിച്ചു കൊടുക്കുന്ന ഞങ്ങൾ പറഞ്ഞ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ വരുത്തിയിട്ടുണ്ട്. നമുക്ക് ആ വചനം ഓർത്ത് ദൈവത്തിനൊരു സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഹല്ലേലൂയ. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കൈകളെ നിങ്ങൾ വെക്കുക. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടാകും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. കർത്താവേ, ഇന്ന് പ്രാർത്ഥനയാൽ എനിക്കൊരു വിടുതൽ തരണമേ എന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വിശ്വാസത്താൽ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അകപ്പെട്ട് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ നിരാശയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സങ്കടത്തിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ തകർച്ചയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അദൃശ്യ കൈ അവരെ തൊട്ട് അത്ഭുതകരമായി അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൻ്റെ അധികാരം അവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്കും പങ്കാളിയാകാം. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ജീസസ് വോയിസിൻ്റെ TV മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ദിവസം 10-ലധികം പ്രാവശ്യം പല ചാനലുകളിലായി കർത്താവിൻ്റെ വചനം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനലക്ഷങ്ങളിലേക്ക് ഈ വചനം എല്ലാ ദിവസവും ഞങ്ങൾ എത്തിക്കുക. ഇതിന് ധാരാളം പണച്ചെലവുണ്ട്. നിങ്ങളെപ്പോലെ നല്ല ഹൃദയവും നല്ല മനസ്സുമുള്ളവർ അവരുടെ ദശാംശം, അവരുടെ മനഃപൂർവ്വ ദാനങ്ങളൊക്കെ ഈ ശുശ്രൂഷയ്ക്ക് അയച്ചു തരാറുണ്ട്.
നിങ്ങൾക്കും അയച്ചു തരാം. താഴെ കാണുന്ന അഡ്രസ്സിൽ അല്ല ഞങ്ങളെ വിളിക്കുക, ഞങ്ങൾ അയച്ചു തരേണ്ട ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. ഒന്നിച്ച് കർത്താവിൻ്റെ വചനം നമുക്ക് ലോകത്തിൽ പരത്താം. ദൈവവചനത്താൽ ജാതി മത വ്യത്യാസമെന്നെ എല്ലാവരും സമാധാനം പ്രാപിക്കട്ടെ, സ്വൈര്യത പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. മനുഷ്യനായി ജീവിച്ച എല്ലാവർക്കും ദൈവവചനം ഒരു പോസിറ്റീവ് എനർജിയാണ്, ജീവിപ്പിക്കുന്ന വചനമാണ്, നിത്യതയോളം എത്തിക്കുന്ന വചനമാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ടൊരു എപ്പിസോഡ് നടത്താം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യഹോവ ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും വർധനവിനാൽ നിങ്ങൾ വർദ്ധിക്കപ്പെടുകയും നിറവിനാൽ നിങ്ങൾ നിറഞ്ഞു വരികയും ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു. Jesus Voice TV was meeting at Chennai on March 23rd Saturday, time 9:30 am to 3 pm. Reverend Annie George ministering. Venue Christ Church near Devi Theatre, Mount Road, Chennai. Come, let's worship together and be blessed. Contact 944-735-9132 99 611 59659.